ഏറ്റവും പുതിയ വിവരമായി അർജുന്റെ കാര്യത്തിൽ പുറത്തു വരുന്നത് അർജുന്റെ ലോറിയിലെ തടി കെട്ടിയിരുന്ന കയറിന്റെ ചില ഭാഗങ്ങൾ ഗംഗാവലി പുഴയുടെ തീരത്തു നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. നമസ്കാരം, മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ 9 ദിവസമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുൻ എവിടെയാണ് എന്നുള്ളത്. പല തെറ്റിദ്ധാരണകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് മൺകൂനയ്ക്കുള്ളിൽ അർജുൻ ഉണ്ട്, ആ മൺകൂന ഇടിഞ്ഞു വീണെടുത്താണ് അർജുന്റെ ലോറി ഉള്ളത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ ആ സമയം തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പുഴയുടെ ഭാഗത്ത്, ഗംഗാവലി പുഴയുടെ ഭാഗത്ത് പരിശോധന നടത്തണം. കാരണം ആ പുഴയുടെ സൈഡിലായി ഒരു തട്ടുകടയുണ്ടായിരുന്നു, ഒരു ധാബയുണ്ടായിരുന്നു. ആ ധാബ ഉൾപ്പെടെ ഒലിച്ചുപോയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ ഊർജിതമാക്കണമെന്നുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും അത് നടന്നില്ല. പുഴയുടെ തീരം ഒഴിച്ച മൺകൂനയിലായിരുന്നു 98% മണ്ണ് നീക്കിയുള്ള ഒരു തിരച്ചിലായിരുന്നു നടന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാവിലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം എത്തിയിരുന്നു. 60 അടി താഴ്ചയിൽ വരെ മണ്ണ് എടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഉപകരണങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ എത്തിയിരുന്നു. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്ത് കൃത്യമായി ഇപ്പോൾ മണ്ണ് പരിശോധിക്കുന്നത്, ആ മൺകൂനകൾ പരിശോധിക്കുന്നത്. പുഴയുടെ തീരത്തുള്ള അവിടെ ലോക സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ലോറിയുടേതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, അത് ലോറിയിൽ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, മരക്കഷ്ണങ്ങൾ കയറ് കെട്ടിയായിരുന്നു വച്ചിരുന്നത്. ആ കയറിന്റെ ഭാഗങ്ങളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നിഗമനമായി പുറത്തു വരുന്നത്. അതിന്റെ കൃത്യമായ സ്ഥിരീകരണം അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പുറത്തു വിടാൻ പറ്റൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ലോറിയിൽ കെട്ടിയിരുന്ന കയറിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ലോറിയുടേതാണ് എന്ന് ഇനി സ്ഥിരീകരണം വരണം. അത് അർജുന്റെ ലോറിയുടെ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വരണം. എന്തായാലും 9ാം നാൾ കാര്യങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് അർജുന്റെ ലോറി തന്നെയാണോ, അത് അർജുൻ ആ ലോറിക്കകത്തുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം 9 ദിവസമായി നമ്മൾ തിരയുകയാണ് ആ ലോറിയിലുള്ള മരക്കഷ്ണം, ആ ലോറിയിലുള്ള ഒരു ജീവൻ. ആ ജീവനാണ് എല്ലാത്തിനും ഉപരി വിലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ജീവൻ തിരിച്ചു കിട്ടണം. ആ ലോറി എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചു പോയ ലോറി ദൃക്സാക്ഷി കണ്ട്, ഇന്ന് ദൃക്സാക്ഷി തന്നെ, അവിടെയുള്ള ഒരു ദൃക്സാക്ഷി തന്നെ പറയുകയുണ്ടായി, ലോറി നിരങ്ങി നീങ്ങുന്നത്, പുഴയിലേക്ക് നിരങ്ങി നീങ്ങുന്നത് കണ്ടു എന്ന് തന്നെ ഇന്ന് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി. അതിന്റെ എല്ലാ നിഗമനത്തിൽ തന്നെയാണ് ഇന്ന് ആ തട്ടുകട ഇരുന്ന ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലിന്റെ ഒരു സ്ഥിരീകരണം എന്ന വണ്ണം നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ എത്തി വേണം അത് കൃത്യമായി അത് കണ്ടെത്താനും അത് പുറത്തു വിടാനുമുള്ളത്. എന്തായാലും ലോറിയുടെ കയറിൽ കെട്ടിയിരുന്ന ലോറി മരക്കഷ്ണങ്ങൾ കെട്ടിയാണ് വച്ചിരുന്നത്. ആ മരക്കഷ്ണങ്ങൾ കെട്ടിയിരുന്ന കയറ് കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അർജുനെ എന്നുള്ളതാണ്. ആ ലോറി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഈ കാത്തിരിപ്പിന്റെ 9ാം നാൾ ഒരു ശുഭവാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ശുഭവാർത്ത തന്നെ കേൾക്കട്ടെ. കാരണം ആ കുടുംബം 9 ദിവസമായി കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ മകൻ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ. ഇനി അർജുൻ ആ ലോറിക്കകത്തുണ്ടോ, അതോ ചായ കുടിക്കാനായി ആ ലോറി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ചായ കുടിക്കാനായി പോയ സമയത്താണോ ഈ അപകടം സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഇടവേളകൾ ഇല്ലാതെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മലയാളി വാർത്തയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ്. ക്യാമറമാൻ രാജു ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.